മുസ്ലിം ലീഗിനെതിരെ ചോദ്യശരങ്ങൾ ഉയർത്തി സമസ്തയുടെ പേരിൽ പ്രചാരണം. പൊന്നാനി ലോക്സഭാ മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി KS ഹംസയ്ക്ക് വേണ്ടി ഓൺലൈനായി ചോദ്യങ്ങൾ ഉയർത്തിയാണ് പ്രചാരണം നടക്കുന്നത്. സമസ്തയിലെ ഒരു വിഭാഗമാണ് പ്രചാരണത്തിന് പിറകിലെന്നും ആക്ഷേപം. വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, എന്തൊക്കെയാണ് സമസ്തയുടെ ചോദ്യങ്ങൾ? എന്താണ് സമസ്ത ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്? ഇത് സമസ്തയുടെ ഒരു ഔദ്യോഗിക വിഭാഗമല്ല എന്നാണ് ലഭിക്കുന്നത്. സമസ്തയിലെ മറുവിഭാഗമാണ് ഇതിന് പിറകിൽ എന്നൊരു സൂചന ലഭിക്കുന്നു. പൊന്നാനി ടീം സമസ്ത എന്ന പേരിലാണ്, അത്തരമൊരു കൂട്ടായ്മയുടെ പേരിലാണ് വനിതാ ഓൺലൈൻ ക്വിസ് മത്സരം എന്ന പേരിൽ, ഇന്തിഫാദ എന്ന പേരിലുള്ള ഒരു വനിതാ ഓൺലൈൻ ക്വിസ് മത്സരം മുസ്ലിം ലീഗിനെതിരെ 13ഓളം ചോദ്യശരങ്ങൾ പ്രധാനമായും ഉന്നയിച്ചുകൊണ്ട് പൊന്നാനി ലോക്സഭാ മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി KS ഹംസയ്ക്ക് അനുകൂലമായ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ഈ ഒരു ചോദ്യശരങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതിൽ ചില ചോദ്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്രകാരമാണ്: സമസ്തയുടെ സ്ഥാപനങ്ങൾ സമസ്ത വിരുദ്ധർക്ക് കൈയടക്കാൻ അവസരം നൽകിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് എന്ന് പറഞ്ഞ് അതിൽ 4 ഓപ്ഷൻ കൊടുത്തതിൽ മുസ്ലിം ലീഗിന്റെ പേരാണ് കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ പാർട്ടിയായുള്ളത്. തൃണമൂൽ കോൺഗ്രസ്, AAP, BSP, മുസ്ലിം ലീഗ് എന്നിങ്ങനെയാണുള്ളത്. മറ്റൊന്ന്, സമസ്തയുടെയും മാലിന്യങ്ങളെയും സീതന്മാരെയും ലീഗിന്റെ പിന്തുണയോടെ പെൺകുട്ടികൾ അടക്കം ചേർന്ന് വഴിയിൽ തടഞ്ഞ് പ്രകോപനം സൃഷ്ടിച്ച വിദ്യാഭ്യാസ സംവിധാനം എന്ന് പറഞ്ഞ് ഓപ്ഷൻ നൽകിയതിൽ സുല്ലമി വഹാബി, അത് സമസ്തയുമായി ബന്ധമില്ലാത്ത കാര്യമാണ്, വാഫി വഫിയ എന്നുള്ളതാണ് അതിൽ മറ്റൊരു ഉത്തരം ആയി നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, സമസ്ത പ്രസിഡന്റ് സയ്യിദുൽ ഉലമയ്ക്കെതിരെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ അറിവോടെ ആക്രോശം നടത്തിയ ലീഗ് ജനറൽ സെക്രട്ടറിയുടെ പേര് ഏതാണ് എന്ന് ഒരു ചോദ്യം വരുന്നു. ഒപ്പം സമസ്തയ്ക്ക് ബദലാവാൻ ഈയിടെ രൂപീകരിച്ച ഫൗണ്ടേഷന്റെ പേര്, അതിൽ ഈ പാണക്കാട് തങ്ങന്മാർ ചേർന്ന് രൂപീകരിച്ച പാണക്കാട് ഗാസി ഫൗണ്ടേഷന്റെ പേരും അതിനകത്തുണ്ട്. സമസ്ത CIC വിഷയത്തിൽ പരിഹാരത്തിനെന്ന വ്യാജന PK കുഞ്ഞാലിക്കുട്ടി, ആബിദ് ഹുസൈൻ തങ്ങൾ എന്നിവർക്കൊപ്പം പങ്കെടുത്ത് സമസ്തയെ ചതിച്ച മറ്റൊരു നേതാവിന്റെ പേരെന്ത് എന്ന് ചോദിക്കുന്നതിൽ സാദിഖ് അലി തങ്ങൾ അടക്കമുള്ള മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ പേരുടെ ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം ഈ KS ഹംസയ്ക്ക് അനുകൂലമായ ഒരു ചോദ്യം എന്ന രീതിയിൽ വന്നിരായ ഹൈദരലി ശിഹാബ് തങ്ങളെ EDക്ക് മുൻപിലേക്ക് ചോദ്യം ചെയ്യാൻ വലിച്ചെറിഞ്ഞു കൊടുത്തതിനെതിരെ പാർട്ടിയിൽ ചോദ്യം ചെയ്തതിന് മുസ്ലിം ലീഗിൽ നിന്നും പുറത്താക്കപ്പെട്ട വ്യക്തി ആര് എന്ന് ചോദിച്ചുകൊണ്ട് നേരത്തെ MSFന്റെ ഹരിത വിഷയത്തിൽ നടപടി നേരിട്ട 2 നേതാക്കളുടെ പേര്, അവരെ പിന്നീട് ഇപ്പോൾ പാർട്ടിയിൽ തിരിച്ചെടുത്തിട്ടുണ്ട്. മറ്റൊന്ന് KS ഹംസയുടെ പേരാണ് നൽകിയിട്ടുള്ളത്. 12ാമത്തെ ചോദ്യമായി നൽകിയിരിക്കുന്ന കഴിഞ്ഞ ദിവസം സുപ്രഭാതം പത്രം കത്തിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. പരാജയ ഭീതി മൂലം സുപ്രഭാതം പത്രത്തിൽ വന്ന ഒരു പരസ്യത്തിന്റെ പേരിൽ പത്രം കത്തിച്ച പാർട്ടിയുടെ പേരെന്ത് എന്ന് ചോദിക്കുന്നതിൽ 3 പാർട്ടികളുടെ പേര് നൽകിയതിൽ ഒന്ന് AAPയും ഒന്ന് BSPയുമാണ്. അവരൊന്നും കേരളത്തിൽ വലിയ പേരുകളുള്ള പാർട്ടികളല്ല. മറ്റൊന്ന് മുസ്ലിം ലീഗിന്റെ പേരാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും മുസ്ലിം ലീഗിനെതിരായ ഒരു പ്രചരണം, അതും സമസ്തയുടെ പേരിൽ ഉള്ള ഒരു പ്രചരണമായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്, കാണുന്നത്. ആ പ്രചരണത്തിന് പിറകിൽ എന്തായാലും ഈ പൊന്നാനിയിലെ ഇടത് സ്ഥാനാർത്ഥി KS ഹംസയ്ക്ക് വേണ്ടിയുള്ള പ്രചരണമായാണ് വിലയിരുത്തപ്പെടുന്നത്. അത് സ്വാഭാവികമായും സമസ്തയുടെ പേരിലാണ് വന്നിരിക്കുന്നത്. സമസ്തയിലെ മറുവിഭാഗം, അതായത് ഈ സമസ്തയില് ലീഗ് വിഭാഗമുണ്ട്, ലീഗ് വിരുദ്ധരുമുണ്ട്. ലീഗ് വിരുദ്ധർ ചേർന്ന് നടത്തുന്ന ഒരു പ്രചരണമായിട്ടാണ് ഇപ്പോൾ പൊതുവെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. എന്തായാലും ഇതിന്റെ വസ്തുത കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ സമസ്തയുടെ ഉന്നത നേതാക്കൾ പ്രതികരണം ഒരുപക്ഷെ ഇന്ന് ഉണ്ടായേക്കും. എന്തെങ്കിലും വാർത്താക്കുറിപ്പായിട്ടോ അല്ലെങ്കിൽ ഔദ്യോഗിക പ്രതികരണമായിട്ട് തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഫിജി, ശരി റിയാസ്, എങ്കിലേ അതിന്റെ സത്യാവസ്ഥ ബോധ്യമാകൂ. എവിടെ നിന്നാണ് ഈ ചോദ്യാവലി ഉയരുന്നത് എന്നുള്ളത്.